ദീപക് എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, ഒന്നും അറിയാതെ നിന്ന ഒരു ചെറുപ്പക്കാരൻ, അവൻ ലൈംഗികാതുരത്വത്തിന് അടിമയായല്ലോ. അവൻ ഒരു പീഡന വീരനായി മാറുന്ന ഒരു പെണ്ണിന്റെ റീച്ചിന് വേണ്ടിയിട്ട് ഇത്രമേൽ അതപ്പതിച്ചോ പെങ്ങളെ? നിനക്ക് ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഫേസ്ബുക്കിലും യൂട്യൂബിലും നിനക്ക് റീച്ച് ഉണ്ടാക്കിയിട്ട് ആരാധകരെ കൂട്ടാൻ വേണ്ടിയിട്ട്, കേരളത്തിലും ലോകത്തിലും നിനക്ക് ഫേമസ് ആവാൻ വേണ്ടിയിട്ട് നീ ചെയ്തു വെച്ച കോപ്രായത്തിന്റെ പേരിൽ ബലി കൊടുക്കേണ്ടി വന്നതൊരു ജീവനാണടാ. ബലി കൊടുക്കേണ്ടി വന്നതൊരു ജീവനാ. തൂങ്ങി മരിക്കുന്നതിന് മുന്നോടിയായിട്ടൊരു പാതിരാവിന്റെ നിശബ്ദതയിൽ ഇരുന്നിട്ട് എത്രയാണ് അവൻ വിശ്വസിക്കുന്ന അവന്റെ ദൈവത്തിന് ഹൃദയം നീറിയിട്ടവന് വിളിച്ചിട്ടുണ്ടാകുക. സഹോദരാ, ഇവിടെ നോക്കേണ്ടത് ജാതിയല്ല, ഇവിടെ നോക്കേണ്ടത് മതമല്ല, ഇവിടെ നോക്കേണ്ടത് വർഗമല്ല, ഇവിടെ നോക്കേണ്ടത് വർണ്ണമല്ല. അല്ലാഹുവേ, സ്വാഭാവികമായും കയ്യിലിരിക്കുന്ന ബാഗ് ഉയർത്തുമ്പോ മുട്ടുയരാതെ മുട്ടനങ്ങാതെ ഉയർത്താൻ നമ്മളാരും മലക്കുകളല്ലല്ലോ സഹോദരങ്ങളെ. അവന്റെ കയ്യിലൊരു ബാഗുള്ളത് വീഡിയോയിൽ കണ്ടില്ലേ പെങ്ങളെ? ആ ബാഗ് അവൻ ഉയർത്തുമ്പോ സ്വാഭാവികമായും ആ കുട്ടിയുടെ നെഞ്ചത്തവന്റെ കൈമുട്ടൊന്ന് തട്ടിയപ്പോ ഒരു ചെറുപുഞ്ചിരിയോടെ വീഡിയോ എടുത്തിട്ട് ഇവൻ വികാരത്തിന്റെ ത്വരയ്ക്ക് അടിമപ്പെട്ടവനാണെന്ന് പറഞ്ഞിട്ട് ഈ പൊതുസമൂഹം ഇവനെ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണ് പരസ്യമായിട്ടവനെ അപമാനിച്ചപ്പോ മനസ്സാ വാചാ കർമ്മണ ആ മേഖലയെ കുറിച്ച് ചിന്തിക്ക പോലും ചെയ്യാതെ വണ്ടിയിൽ നിന്ന് തന്റെ ബാഗുമെടുത്തിറങ്ങാൻ പോയ യുവാവ് വീട്ടിലെത്തിയിട്ട് ഇത് കണ്ട് ഞെട്ടിത്തെറിച്ച് പോയിട്ട് അവന്റെ പാതിരാത്രിയിൽ അവന്റെ മാനസികാവസ്ഥ പഠിക്ക് സഹോദരാ. അവൻ എത്ര വേദന തിന്നു പ്രിയരെ, അവന്റെ കൽബ് എത്ര നീറ്റൽ അനുഭവിച്ചു പ്രിയരെ, അവന്റെ കൽബ് എത്രയാ നീറിയത് പെങ്ങളെ. കൽബ് വേദനിപ്പിക്കല്ലേടാ, പലർക്കും അത് താങ്ങാൻ കഴിയില്ല. തൂങ്ങി മരിക്കുന്നതിലേക്ക് അവന് കടന്നുപോയെങ്കിൽ ഒരു കഷ്ണം കയറിന്റെ തുണ്ടിൽ ജീവിതം അവസാനിപ്പിക്കാൻ മാത്രം ഹൃദയങ്ങളെ വേദനിപ്പിക്കാൻ നമ്മുടെ ഹൃദയങ്ങൾ ഇരുണ്ടു പോകല്ല, നമ്മുടെ ഹൃദയങ്ങളെ കട്ടിപിടിക്കല്ല.